നമസ്കാരം. വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും ചേർന്നാണ് എല്ലാ മൈക്രോ ഫൈനാൻസ് തട്ടിപ്പുകളും നടത്തിയതെന്നും അതേപോലെ SNDPയിൽ പിരിഞ്ഞു കിട്ടുന്ന കോടിക്കണക്കിന് രൂപ അവരാണ് തട്ടിയെടുക്കുന്നതെന്നുള്ള കൃത്യമായുള്ള വിവരങ്ങളാണ് KK മഹേശൻ എന്ന് പറയുന്ന കണിച്ചുകുളങ്ങര SNDP സെക്രട്ടറി, അതേപോലെ കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിൻ്റെ ദേവസ്വം ക്ഷേത്രത്തിൻ്റെ ഖജാൻജിയായ KK മഹേശൻ തൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വെച്ചിരിക്കുന്നത്. നീണ്ട അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ വളരെ വിശദമായ രൂപത്തിലാണ് വെള്ളാപ്പള്ളിയുടെ തട്ടിപ്പുകളെക്കുറിച്ചും അതേപോലെ തുഷാർ വെള്ളാപ്പള്ളിയുടെ തട്ടിപ്പുകളെയും കുറിച്ചും പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, തുഷാർ വെള്ളാപ്പള്ളി ഒരു പെൺപിടിയനാണെന്ന് കൂടി കൃത്യമായിട്ട് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. നമുക്ക് ആത്മഹത്യാക്കുറിപ്പിൻ്റെ ഒന്നാം ഭാഗം ഇതിനകം ഞാൻ പ്രസിദ്ധീകരിച്ചു. ഇന്ന് ഇപ്പോൾ രണ്ടാം ഭാഗം പ്രസിദ്ധീകരിക്കുകയാണ്. ഇതിൻ്റെ അടുത്ത ഭാഗം തുടർച്ചയായി പ്രസിദ്ധീകരിക്കുന്നത്. കൃത്യമായി ഓരോരുത്തരും ഈ ചാനൽ കാണുക. ആത്മഹത്യാക്കുറിപ്പിനെ കുറിച്ച് ജനങ്ങൾ മുഴുവൻ കാത്തിരിക്കുകയാണ്. എന്താണ് ആത്മഹത്യാക്കുറിപ്പ്? ഇത് ഇപ്പോൾ VM സുധീരൻ പരാതി കൊടുത്തു. അതേപോലെ KK മഹേശൻ്റെ ഭാര്യ പരാതി കൊടുത്തു. അതേപോലെ രമേശ് ചെന്നിത്തലയ്ക്കും അതേപോലെ VD സതീശൻ പരാതി കൊടുത്തത് നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഈ പരാതി മുന്നോട്ട് പോയാൽ ജയിലിൽ ഇറങ്ങാൻ പറ്റാത്ത വിധത്തിലായിരിക്കും SNDP പ്രസിഡന്റ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് തീർത്തു പറയാൻ പറ്റും. ഞാൻ ഐശ്വര്യ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടത്തേണ്ടതായി വന്നിട്ടുണ്ട്. കോടികളുടെ ടേൺ ഓവർ ഉണ്ടായിരുന്ന ആ സ്ഥാപനത്തിന് എന്തുകൊണ്ടാണ് ലാഭം ഉണ്ടായില്ല? ഐശ്വര്യ ട്രസ്റ്റ് സെക്രട്ടറി എന്ന രാധാകൃഷ്ണൻ സാർ പറഞ്ഞതനുസരിച്ച് 42% വരെ പലിശ വായ്പയ്ക്ക് വാങ്ങിയിരുന്നു. അപ്പോൾ കോടികൾ ലാഭം ഉണ്ടാകേണ്ടത് ദേവസ്വത്തിന് മുതൽക്കൂട്ടം ആകേണ്ടതായിരുന്നു. എന്നാൽ കോടികൾ നഷ്ടം സംഭവിച്ചിരിക്കുന്നു. അതിൻ്റെ കാരണം അന്വേഷിച്ച് വാങ്ങിയ പലിശ പൂർണ്ണമായും വരവെച്ചിട്ടില്ല. PM മുരളി, VM പ്രതാപൻ, ലാരി ബാബു, നാഷണൽ ബംഗ്ലാവ്, സത്യൻ മഠത്തിൽ തുടങ്ങി 82 പേരുടെ ലോൺ എഴുതി തള്ളി. അതുകൂടാതെ ഹക്കീം എന്ന മുസ്ലിം ഉൾപ്പെടെയുള്ള നിരവധി ആളുകളെ ലോൺ തുകയിൽ 50% മുതൽ 80% വരെ ഇളവ് കൊടുത്തു. എന്നാൽ ദേവസ്വം മെമ്പർമാരുടെ 100 കണക്കിന് ആൾക്കാരെ നിയമപരമായി അല്ലാതെയും പീഡിപ്പിച്ച് പലിശയും മുതലും വാങ്ങി. സഹായിക്കേണ്ട കുളങ്ങരക്കാരായ നമ്മുടെ വോട്ടർമാരെ നിർദാക്ഷിണ്യം പിഴിയുകയും മറ്റു പണമുള്ളവരെ ഒഴിവാക്കുകയും ചെയ്തു. ഒരു സ്ഥാപനത്തിൽ ഒരു ലോൺ ഒറ്റത്തവണ തീർപ്പാക്കുകയോ എഴുതി തള്ളുകയോ കുറച്ചു കൊടുക്കുകയോ ചെയ്യണമെങ്കിൽ ട്രസ്റ്റ് ബോർഡിൻ്റെ തീരുമാനം വേണം. ഞാൻ അതിൻ്റെ ഒരു പരിശോധന നടത്തി. ഒരു തീരുമാനം എങ്ങും എടുത്തതായി ഒരു രേഖയുമില്ല. രാധാകൃഷ്ണൻ സാറിനോട് ചോദിച്ചപ്പോൾ ട്രസ്റ്റ് ലോണുമായി ബന്ധപ്പെട്ട് സെറ്റിൽമെൻറ്റ് എല്ലാം നടത്തിയത് അശോകനാണ്. എനിക്ക് അതേക്കുറിച്ച് ഒന്നും അറിയില്ല. മുതലാളിക്ക് പോലും ഈ വിഷയത്തിൽ ഒന്നും അറിയാതെ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നാണ് പറഞ്ഞത്. ഒരു തീരുമാനമില്ലാതെ 80% വരെ കുറച്ചു കൊടുക്കാൻ ട്രസ്റ്റ് ബോർഡ് ആരെ ചുമതലപ്പെടുത്തി? ഓരോ ലോണും ക്ലോസ് ചെയ്തപ്പോൾ ഡെപ്പോസിറ്റ് ബാധ്യത നിൽക്കുന്നു എന്ന് സാമാന്യ കണക്ക് ശാസ്ത്രം മനസ്സിലാക്കാതെ കുറച്ച് 80% തുകയും ലോണിൽ നിന്ന് ഒഴിവാക്കിയപ്പോൾ ബാധ്യത തീർക്കുവാൻ ആസ്തിയില്ലാതെയായി. അങ്ങനെ കിടന്ന് ട്രസ്റ്റിൻ്റെ കണക്ക് എപ്പോഴും നട്ടം തിരിയുകയാണ്. ഇപ്പോൾ യാതൊരു തത്വദീക്ഷയുമില്ലാതെ ഇങ്ങനെ ലോൺ ഒഴിവാക്കി കൊടുക്കാനുള്ള സാഹചര്യം എന്താണ്? എന്തെങ്കിലും ഗൂഢാലോചന നടന്നിട്ടുണ്ടോ? ഈ കാര്യങ്ങളൊന്നും തന്നെ ഞാൻ അതേവരെ സൂചിപ്പിച്ചിട്ടില്ലല്ലോ. ഈ കാര്യങ്ങളൊക്കെ ഭരണസമിതിക്ക് മേൽ വ്യക്തിപരമായി വീഴുന്ന കാര്യങ്ങളല്ലേ? ഇനി അങ്ങേക്ക് എന്നോട് ശത്രുത ഉണ്ടാകുവാൻ വ്യക്തിപരമായ മറ്റൊരു കാരണമുണ്ട്. എൻ്റെ പേരിൽ കണിച്ചുകുളങ്ങര കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് എൻ്റെ പേരിലുള്ള സ്ഥലം പണയപ്പെടുത്തി വായ്പ തുക കൊണ്ട് കള്ള് ഷാപ്പ് നടത്തി അതിൻ്റെ വരുമാനം അങ്ങേക്കും ഷാപ്പ് നടത്തിപ്പോയി 18 കേസുകൾ എൻ്റെ പേരിലുണ്ടായി. 18 കോമ്പൗണ്ട് ചെയ്തു എന്നാണ് അറിയുന്നത്. കോമ്പൗണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ സ്വയം കുറ്റം സമ്മതിക്കുകയും അതിന് നിയമം അനുശാസിക്കുന്ന പിഴ ഒടുക്കി വിചാരണ ഒഴിവാക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കുറ്റവാളിയും ക്രിമിനൽ പശ്ചാത്തലമുള്ളവനുമായി. മുണ്ടക്കയ യൂണിയനിലെ മൈക്രോ ഫൈനാൻസ് കേസ് പ്രതിയായ എന്നെ വിസ്തരിച്ചപ്പോൾ വത്സന്റെ വക്കീൽ എന്നോട് ചോദിച്ച എത്ര അബ്കാരി കേസുകൾ എന്നെ ശിക്ഷിച്ചിട്ടുണ്ട് എന്നാണ്. ചുരുക്കത്തിൽ 22 വർഷം അങ്ങ് എൻ്റെ പേരിൽ കള്ളുഷാപ്പ് നടത്തി. ഞാൻ നിരവധി അബ്കാരി കേസിൽപ്പെട്ടു, പണം അടച്ചു. ഇതെല്ലാം ഉണ്ടായിട്ടും ഞാൻ നാളിതുവരെ ഒരു അതൃപ്തിയും കാണിച്ചിട്ടില്ല. അതായത് നമ്മുടെ വെള്ളാപ്പള്ളി നടേശന് ചാരായ കച്ചവടം ഉണ്ടായിരുന്നു, മദ്യ കച്ചവടം ഉണ്ടായിരുന്നു. അതേ നാരായണ ഗുരു പറഞ്ഞ എന്താ? മദ്യം തുടരുത്, വർദ്ധിക്കണം എന്നാണ്. എന്നാൽ വെള്ളാപ്പള്ളി നടേശനാകട്ടെ ചാരായ കച്ചവടക്കാരനായിരുന്നു എന്ന് തെളിയിക്കുന്ന കാര്യമാണ് KK മഹേശൻ പറയുന്നത്. അങ്ങനെ ഇരിക്കെ 2019 സെപ്റ്റംബർ 12 പാലക്കാട് ചിറ്റൂർ റേഞ്ചിൽ എൻ്റെ പേരിൽ അനധികൃതമായി കള്ള് സൂക്ഷിച്ചതിന് കേസെടുത്തു എന്ന് ഞാൻ ആലപ്പുഴയിലെ മണിക്കുട്ടൻ്റെ ജീവനക്കാരൻ വഴി അറിഞ്ഞു. ഉടൻ തന്നെ എന്നെ അറിയിച്ചവർ വഴി എക്സൈസ് ഓഫീസുമായി ബന്ധപ്പെട്ട് 2 ദിവസത്തിനുള്ളിൽ 10-15 കൊടുത്താൽ കേസ് ആക്കാതെ നോക്കാമെന്ന് അറിയിച്ചു. ഞാൻ ആ വിവരം ഉടൻ തന്നെ അശോകനെയും ഷാജിമോനെ അറിയിച്ചു. അതുകൂടാതെ ചള്ളി സ്വാമിയുടെ ആൾക്കാരും പേരെഴുതി വെച്ചവരുടെ കൂട്ടത്തിൽ ഉള്ളതുകൊണ്ട് ചള്ളി ദേ വരുന്ന അശോകൻ്റെ വീട്ടിൽ പോയി പറഞ്ഞു. 13-ാം തീയതി അറിയിച്ച കാര്യം
22-ാം തീയതിയായിട്ട് ഒരാൾ പോലും പാലക്കാട് ഓഫീസും ബന്ധപ്പെടുകയോ കേസിന്റെ കാര്യം അന്വേഷിക്കുകയോ ചെയ്തില്ല. 28-ാം തീയതി പാലക്കാട് എക്സൈസ് ഓഫീസിൽ നിന്ന് കേസാക്കിയതായി അറിയിച്ചു. പിറ്റേ ദിവസം അതേക്കുറിച്ച് ഒരു അക്ഷരം പോലും അനങ്ങാതെ നടന്നവർ ഒക്ടോബർ 1-നുള്ള കൊണ്ടുവരുന്ന പെർമിറ്റ് ഒപ്പിടാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പേരുള്ള കേസിന്റെ കാര്യം എന്താണെന്ന് അറിയട്ടെ, എന്നിട്ട് ഒപ്പിടാമെന്ന്. അടുത്ത ദിവസം അശോകൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ഞാൻ ഒപ്പിടാത്തത് കൊണ്ട് കോമ്പൗണ്ട് ചെയ്യേണ്ട, കേസാകട്ടെ എന്ന് കേന്ദ്രം പറഞ്ഞുവെന്ന്. തുടർന്ന് ഞാൻ നേരിട്ട് എക്സൈസ് ഓഫീസിൽ ബന്ധപ്പെട്ട് കേസ് കോമ്പൗണ്ട് ചെയ്യാൻ അപേക്ഷ നൽകുകയും അതിനുള്ള അനുവാദം കിട്ടിയപ്പോൾ ഞാൻ പെർമിറ്റ് ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു. തുടർന്ന് പണം കൊടുക്കാൻ ഞാൻ ആളെ വിട്ടപ്പോൾ പണം കുട്ടൻ അടച്ചു എന്നാണ് പറഞ്ഞത്. കണ്ണൂർ ഷാപ്പിന്റെ വരുമാനം എടുക്കുന്ന ആരും അവരുടെ പേരിൽ ഷാപ്പ് എഴുതി വയ്ക്കാത്തത് ഇത് നടത്തുമ്പോൾ ഒട്ടനവധി കുഴപ്പങ്ങളുണ്ടാകുമെന്ന് അതിന്റെ നിയമ നടപടി ശക്തമാണെന്ന് അറിഞ്ഞുകൊണ്ടാണല്ലോ. അപ്പോൾ ഉത്തരവാദിത്തമുള്ളവർ എഴുതി വെച്ചവരുടെ സുരക്ഷിതത്തിന് തുരങ്കം വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവിക പ്രതികരണമായിരുന്നു അത്. കേവലം 10-15 രൂപയ്ക്ക് തീരാവുന്ന കാര്യം 1 ലക്ഷം രൂപയിലെത്തി. മാളിക ചാടി പുരുഷന് തൊടുകറി ദാസന് അങ്ങയ്ക്ക് വേണ്ടി എഴുതി വെച്ച ഷാപ്പിൽ നിന്നും കഴിഞ്ഞ വർഷം കഞ്ചാവ് കള്ള് പിടിച്ച കേസ് ഇപ്പോൾ ഡെമോക്രസിന്റെ വാൾ പോലെ നിൽക്കുകയാണ്. തന്മൂലം ആ ഷാപ്പിന്റെ ലൈസൻസ് റദ്ദാക്കുകയും പുതിയ ലേലം വയ്ക്കുകയും ചെയ്തത് അങ്ങയ്ക്ക് അറിവുള്ളതാണ്. അത് എൻ്റെ പേരിൽ എഴുതി വെച്ച ഷാപ്പിൽ നിന്ന് പിടിക്കാത്തത് ദേവിയുടെയും ഗുരുദേവനെയും കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. ഞാൻ അങ്ങനെ പ്രതികരിച്ചതിൻ്റെ പേരിൽ ഇത്തവണ എൻ്റെ പേര് ഒഴിവാക്കിയത് സന്തോഷം. എന്നാൽ ഒരു കാര്യം ചോദിച്ചോട്ടെ, 22 വർഷം എൻ്റെ പണം മുടക്കി നടത്തിയ കള്ളു കച്ചവടം എനിക്കും കേസും അങ്ങേക്ക് ലാഭവും. എൻ്റെ ഒരു ചെറിയ കണക്കനുസരിച്ച് ഈ 22 വർഷം കൊണ്ട് കുറഞ്ഞത് 25 കോടി രൂപ ലാഭം ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു രൂപ പോലും ഞാൻ വാങ്ങിയിട്ടില്ല. 20% ലാഭം തരാമെന്ന് തുടക്കത്തിൽ അശോകൻ എന്നോട് പറയുകയും കുട്ടൻ അത് സാക്ഷിയുമാണ്. അപ്പോൾ എൻ്റെ പേര് മാറ്റുമ്പോൾ എന്നെ വിളിച്ച് മാന്യമായി സംസാരിച്ച് ഇത്രയും നാൾ അങ്ങയ്ക്ക് വേണ്ടി കേസ് ആയതിൻ്റെ പേരിലെങ്കിലും ഒരു നല്ല വാക്ക് പറഞ്ഞ് അബ്കാരി കുടിശ്ശികയില്ല, ക്ഷേമനിധി കുടിശ്ശികയില്ല, കൂലി കുടിശ്ശികയില്ല, GST കുടിശ്ശികയില്ല എന്ന് എന്നെ ബോധ്യപ്പെടുത്തി തരേണ്ടതല്ലേ? അതല്ലേ മനുഷ്യത്വം, അതല്ലേ ധാർമ്മികത? അങ്ങയോട് ഞാൻ ഒരാൾ ഇതുപോലെ കാണിച്ച ഉദാഹരണമായി ഒരു ജോലി കൊടുത്തിട്ട് പിന്നെ ട്രാൻസ്ഫറിനാണ് അയാൾ വരുന്നതെങ്കിൽ അങ്ങ് പറയുന്ന രീതി തന്നെയല്ലേ അവിടെയും സംഭവിച്ചത്? അത് എന്നോട് കാണിച്ച നീതിയാണെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? എൻ്റെ പേരിൽ ഷാപ്പ് നടത്തിയ ഇനത്തിൽ യാതൊരുവിധ കുടിശ്ശികയുമില്ല എന്ന് എന്നെ ബോധ്യപ്പെടുത്തണ്ടേ? എൻ്റെ അനുവാദമില്ലാതെ എന്നെ ഒഴിവാക്കി എന്ന് കാണിച്ച് പരാതി കൊടുത്താൽ ഷാപ്പിന് കൺഫർമേഷൻ കിട്ടില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഞാനത് ചെയ്തില്ല. കാരണം ഞാൻ അങ്ങനെ ശീലിച്ചിട്ടില്ല. ഞാൻ ബാധ്യതാരഹിതനാണെന്ന് എന്നെ ബോധ്യപ്പെടുത്തേണ്ട അത്യാവശ്യമല്ലേ? കാരണം എനിക്ക് പകലാശാന്റെയും കുമാരൻ വൈദ്യരുടെയും അവസ്ഥ ഉണ്ടാവരുത്. പകലാശാന്റെ വീടും സ്ഥലവും കിസ്തു കുടിശ്ശികയുടെ പേരിൽ സർക്കാർ ലേലം ചെയ്ത് കൊടുത്തിട്ട് ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ കുഴപ്പംകളങ്ങരയിലുള്ള പെൺമകൾ അവരുടെ മകളുടെ കല്യാണത്തിന് ഇത്തിരി പണത്തിനെ സമീപിച്ചപ്പോൾ അവരോടുള്ള അങ്ങയുടെ മനോഭാവം എന്നെപ്പോലും സ്തംഭനാക്കി. അവർ പേടിച്ചിട്ട് എന്നെയും പിടിച്ചായിരുന്നു അവിടെ വന്നത്. ആ പകലാശാന്റെ മക്കൾ ഇന്ന് എങ്ങനെ കഴിയുന്നുവെന്ന് ആർക്കെങ്കിലും അറിയാമോ? കുമാരൻ വൈദ്യരുടെ സ്ഥിതിയും മറച്ചായിരുന്നില്ല. ഇന്ന് ആ സ്ഥലവും വീട് അങ്ങയുടെ വക. കായിപ്പുറം ശാഖയുടെ അടുത്ത് താമസിക്കുന്ന വൈദ്യരുടെ ഭാര്യ കണ്ണീരോടെ ഞങ്ങളുടെ കുറേ സങ്കടങ്ങൾ പറഞ്ഞു. അങ്ങനെ എത്ര പേർ? അതെല്ലാം നമുക്ക് വിശദമായി പിന്നീട് ചർച്ച ചെയ്യാം. അതുകൊണ്ട് എൻ്റെ ബാധ്യത തീർത്തി എന്നെ മോചിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അങ്ങ് ഇതെല്ലാം ചെയ്യുന്നതിൽ എനിക്ക് അതിശയമില്ല. മകൻ്റെ കാര്യത്തിൽ പോലും അങ്ങ് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതത്തിൽ പോലും ഇതൊക്കെ പറയുവാൻ എനിക്ക് തന്നെ ലജ്ജയുണ്ട്. എങ്കിലും നമ്മൾ രണ്ടുപേരും മാത്രമേ അറിയൂ എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ഇവിടെ ചിലത് കുറിക്കാതിരിക്കാനാവില്ല. ഞങ്ങളോടൊപ്പം ഏറെ സ്നേഹവും ആത്മാർത്ഥതയും കാണിക്കുന്ന തുഷാർജിയെക്കുറിച്ച് അങ്ങ് എന്നോടും അശോകനോടും പറഞ്ഞ ലോകത്ത് ഒരച്ഛനും മക്കളെക്കുറിച്ച് മൂന്നാമതൊരാളും പറയില്ല. അങ്ങ് പറഞ്ഞത് തുഷാർ ഒരു പെണ്ണിനെ ബാംഗ്ലൂരിൽ ഫ്ലാറ്റിൽ താമസിപ്പിച്ചിരിക്കുകയാണെന്നും പ്രതിമാസം 75,000 രൂപ ഫ്ലാറ്റിന് വാടകയാണെന്നും ഇറ്റലിക്കാരെ അവൾ ഏറെ ആണുങ്ങളെയും അവിടെ വിളിച്ചു കൊണ്ടുവരാറുണ്ടെന്നും അത് തുഷാർ അറിയുന്നില്ല എന്നുമായിരുന്നു. അവളെ ഒഴിവാക്കി പറഞ്ഞുവിടാൻ ഞാൻ ബെൽ ചിട്ടിയിലെ ടോമിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും അതേപോലെ തന്നെ അവൻ്റെ സാമാനം ചെയ്ത് ഇപ്പോൾ തേഞ്ഞു തീർന്ന് കാണുമെന്നാണ് ശിവഗിരിയിലെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് എന്നോടും അശോകനോടും അങ്ങ് പറഞ്ഞത് ആണ്. ഞങ്ങൾ തമോദാന സമിതി സ്റ്റേറ്റ് കമ്മിറ്റി മീറ്റിങ്ങിന് പോകുന്ന വഴി അങ്ങ് ശിവഗിരിയിലുണ്ടായിരുന്നു അവിടെ വന്നപ്പോൾ. പിന്നീട് ഈ കാര്യം വെള്ളാപ്പള്ളി വീട്ടിലെ ഓഫീസിൽ വെച്ചും പറഞ്ഞു. ടോമിയോടും ഞങ്ങളോടും പറഞ്ഞതുപോലെ അങ്ങ് വേറെ ആരോടൊക്കെയോ പറഞ്ഞു കാണും. ഞങ്ങൾ രണ്ടുപേരും ആരോടും പറയില്ല എന്ന് അങ്ങേക്ക് ഉറച്ച വിശ്വാസമാണ് പറയുവാൻ കാരണം. ആ വിശ്വാസം എൻ്റെ മരണം വരെ ഞാൻ കാത്തുസൂക്ഷിക്കും. എന്നാൽ ടോമി എന്ന എന്ത് ഗ്യാരണ്ടിയാണ് അങ്ങേക്കെന്ന് പറയാനുള്ളത്? അയാൾ ബിസിനസ്സുകാരനാണ്. അങ്ങ് അതുപോലെ വിശ്വസിച്ച പലരും അവർ എന്നെ പറ്റിച്ചെന്നും എൻ്റെ ഭാര്യയെ തെറ്റിദ്ധരിപ്പിച്ചെന്നും ബിസിനസ്സിൽ എൻ്റെ മകൾ കബളിപ്പിച്ചെന്നും ഒക്കെ മീറ്റിങ്ങുകളിൽ പോലും പറയാറുണ്ടല്ലോ. നാളെ ടോമിയും അങ്ങനെ പാവാൻ പാടില്ലേ? അപ്പോൾ തുഷാർജിയും ആശ ചേച്ചിയും അവരുടെ മകളുടെ വിവാഹം, കുടുംബങ്ങൾ, സുഹൃത്തുക്കൾ, അവരുടെയെല്ലാം മുന്നിലുള്ള ജീവിതത്തെക്കുറിച്ച് അങ്ങ് ഒരു നിമിഷം ചിന്തിച്ചിട്ടുണ്ടോ?
ഇപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ചില അപകീർത്തി വാർത്തകൾക്കും അങ്ങയുടെ ഉത്തരം ലൂസ് ടോക്ക് ഒരു കാരണമല്ലേ? സ്വന്തം മകനോടും കുടുംബത്തോടും പോലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അങ്ങയുടെ വിശ്വാസതയിലെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഒരിക്കൽ മപ്പിയണ്ണനെ വിളിച്ച് പണം കൊടുക്കാൻ തുനിഞ്ഞപ്പോഴും തുഷാർജി മുകളിൽ നിന്ന് ഇറങ്ങി വന്നത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ മപ്പിയണ്ണനോട് കണ്ണ് കാണിച്ച് മാറ്റി നിർത്തി തുഷാർജി പോയ ശേഷം മക്കളാണെങ്കിലും ചിലതൊന്നും അറിയിക്കരുത്, മപ്പിയെ എങ്ങനെയാണ് എല്ലാം പറയുമോ, ഏതെല്ലാം അദ്ദേഹത്തെക്കുറിച്ച് മറ്റുള്ളവർ എങ്ങനെ ധരിക്കുമെന്ന് ഇത് ചിന്തിക്കണ്ടേ? ഇനി ഡോക്ടർ സോമൻ സാറിൻ്റെ അനുഭവം. അങ്ങയോടൊപ്പം പ്രസിഡന്റായി വന്നിട്ടുള്ള സോമൻ സാർ എത്രയോ പാവമാണ്. ഈ ഒരു കാര്യത്തിലും അദ്ദേഹം ഇടപെടാറുണ്ടോ? ഒരു കാര്യത്തിലും അദ്ദേഹം പറയാറില്ല. അങ്ങെടുക്കുന്ന തീരുമാനത്തെ ശിരസാവഹിക്കുന്ന എന്തിനും ഏതിനും അങ്ങയോടൊപ്പം എല്ലാ മീറ്റിങ്ങിലും അങ്ങ് അനുഭവിക്കുന്ന പ്രയാസത്തെക്കുറിച്ച് മാത്രം ഉത്കണ്ഠപ്പെടുന്ന ഒരു നിഷ്കളങ്കനായ മനുഷ്യൻ. അങ്ങയ്ക്ക് വേണ്ടി പഴി കേൾക്കുകയും കേസിലും വിവാഹത്തിലും ശശികാന്തിയുടെ സ്വാമിയുടെ സമാധി പെട്ടിട്ടും അചഞ്ചലമായി അങ്ങയോടൊപ്പം നിൽക്കുന്ന അച്ചടക്കമുള്ള നേതാവ്. അങ്ങനെയുള്ള പാവം സോമൻ സാറിനോട് കഴിഞ്ഞ ഉണ്ടായ നിലപാട് ഒരിക്കലും ആർക്കും ഉൾക്കൊള്ളാവുന്നതല്ല, അങ്ങനെ പറയുവാൻ പാടില്ലാത്തായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ സുഭാഷ് വാസു തെറ്റിപ്പിരിഞ്ഞ് പത്രസമ്മേളനം നടത്തിയതിനുള്ള യോഗം കൗൺസിലാണ് വേദി. ടാവങ്കൂർ പാലസിൽ നടന്ന കൗൺസിൽ യോഗം കഴിഞ്ഞ് ഏകദേശം 7 മണിയായപ്പോൾ അങ്ങ് പറഞ്ഞു, ഞാൻ എൻ്റെ സ്വകാര്യ ദുഃഖം പറയട്ടെ എന്ന് പറഞ്ഞു. ആലുവ വരെ എത്തേണ്ടത് കൊണ്ട് രാത്രിയായതുകൊണ്ട് ഞാൻ എന്നാൽ പോയിക്കോട്ടെ എന്ന് സോമൻ സാർ ചോദിച്ചപ്പോൾ ഡോക്ടറോടുള്ള അങ്ങയുടെ പ്രകടനം ഒരു ശത്രുവിനോട് എന്ന പോലെയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം വിഷമിച്ച് കുറച്ച് സമയം ഇരുന്ന് ഒടുവിൽ ഇങ്ങനെ തന്നെ ഇനി ഡോക്ടറോട് പോയിക്കൊള്ളാൻ പറഞ്ഞു. ഡോക്ടർ പോവുകയും ചെയ്തു. പിന്നീട് ഉണ്ടായത് ഒരിക്കലും ഡോക്ടറോട് അങ്ങിൽ നിന്നുണ്ടാവാൻ പാടില്ലാത്ത കാര്യമായിരുന്നു. ഡോക്ടറുടെ ഭാര്യയെ പിശാച് എന്ന വാക്കാണ് ഉപയോഗിച്ചത്. മകൾ ഇപ്പോൾ ആരുടെ കൂടെയാണെന്ന് അറിയില്ല എന്നുമൊക്കെയാണ് പറഞ്ഞത്. ഇതൊക്കെ അങ്ങയെപ്പോലുള്ള ഒരാളിൽ നിന്നുണ്ടാകാമോ? വീട്ടിലിരിക്കുന്ന ഭാര്യയെയും മകളെയും കുറിച്ച് പറയുക എന്നുള്ളത് അങ്ങേക്ക് എങ്ങനെ ഇത്തരത്തിൽ കൂട്ടായി നിൽക്കുന്നവരെ അപമാനിക്കാൻ കഴിയുന്നു? എല്ലാ കൗൺസിൽ അംഗങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഇനി അതിനൊരു തെളിവ് കൂടി തരാം. ഒരുവിധം അങ്ങ് പറയുവാനുള്ളതെല്ലാം കഴിഞ്ഞ് സമാധാനമായപ്പോൾ ഏജിയോട് ചോദിച്ചത്, തങ്കപ്പ പോണില്ലേ? അപ്പോൾ തങ്കപ്പൻ്റെ മറുപടി ധർമ്മത്തിൽ കലർത്തി അങ്ങയുടെ സ്വഭാവം അനാവരണം ചെയ്യുകയായിരുന്നു. ഏജി പറഞ്ഞത് ഇടയ്ക്ക് എഴുന്നേറ്റ് പോയ ഡോക്ടറെ കുറിച്ച് പറഞ്ഞത് ഇതാണെങ്കിൽ അതുകൊണ്ട് ഒന്നിച്ച് ഇറങ്ങാമെന്നായിരുന്നു. അത് കേട്ട് അങ്ങും മറ്റുള്ളവരും ചിരിച്ചു. പക്ഷേ സത്യം ഏജി പറയുകയും ചെയ്തു. ഇനി ആ ഏജി അറിയുന്നോ? അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഭാര്യയും മരുമകളും തമ്മിൽ ഉണ്ടായ പ്രശ്നം അങ്ങ് കമൻറ്റുകൾ അത് വിവരിക്കാൻ പോയാൽ ഇവിടെ നിൽക്കില്ല. അങ്ങനെ അഡ്വക്കേറ്റ് രാജൻ ബാബുവിനെയും അഡ്വക്കേറ്റ് ശ്രീലതയെയും ചേർത്ത് ശ്രീകുമാറിനെ കുറിച്ച് സംഗീത വിശ്വനാഥൻ, അരയക്കണ്ടി തുടങ്ങിയ ഇവിടെ നിൽക്കുന്നവരെ സന്ദർഭത്തിനനുസരിച്ച് അപമാനിച്ചിട്ടുണ്ട്. ഇതിനൊരു അനുബന്ധം ചേർക്കുമ്പോഴാണ് അങ്ങയുടെ പ്രസിഡന്റിനുള്ള കാഴ്ചപ്പാടിൻ്റെ മിഴിവ് ആകുന്നത്. ഇത് ഒരു അല്പം മുൻപുള്ള കഥയാണ്. പുനലൂരിലെ കമലഹാസനൻ വൈദ്യർ യോഗം പ്രസിഡന്റായിരിക്കെ മരിച്ചപ്പോൾ പ്രസിഡന്റിന്റെ ഒഴിവ് വന്നു. അതിൻ്റെ ചർച്ചകൾ പലവട്ടം നടന്നപ്പോൾ ഉണ്ടായ ഒരു രസകരമായ കാര്യമായി അത് അങ്ങയുടെയും ഞങ്ങളുടെയും മറ്റു പല ചെറുവേദികളിലും അവതരിപ്പിച്ച ഒരു സംഭവമാണ്. ആര് പ്രസിഡന്റാകണമെന്ന ചർച്ച നടക്കവേ ഒരിക്കൽ ഞാൻ എൻ്റെ ഡ്രൈവർ ഷാജിയുമായി വരുമ്പോൾ ഷാജിയോട് ഞാൻ ചോദിച്ചു, ഷാജി നമുക്കൊരു പ്രസിഡന്റിനെ വേണമല്ലോ. അപ്പോൾ ഷാജിയുടെ മറുപടി, അത് മുതലാളി ഞാൻ പ്രസിഡന്റ് ആകാം, അപ്പോൾ ജനറൽ സെക്രട്ടറി ഉള്ളിടത്തോളം പ്രസിഡന്റ് ഉണ്ടാകും. മാത്രമല്ല പ്രസിഡന്റിന് പ്രത്യേകമായൊരു ചെലവില്ല. ഞാൻ ഒരിക്കലും എതിരും നിൽക്കില്ല. അത് അങ്ങ് പലതവണ വളരെ താല്പര്യത്തോടെ പറയുന്നത് ഞങ്ങളിൽ പലരും കേട്ടിട്ടുണ്ട്. പരബ്രഹ്മ സ്വരൂപനായി ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ഇരുന്ന കസരയെക്കുറിച്ചുള്ള അങ്ങയുടെ കാഴ്ചപ്പാടും ഒപ്പം ഒരു പ്രസിഡന്റ് എൻ്റെ മുൻപിൽ ഇതാണ് എന്നുള്ള മനോഭാവത്തിൽ അറിയാതെയുള്ള ആവിഷ്കാരമായിരുന്ന അവതരണം. ഇങ്ങനെയുള്ളപ്പോൾ സോമൻ ഡോക്ടറോടുള്ള കാഴ്ചപ്പാടിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. ഇതെല്ലാം ഒരു ആത്മപരിശോധനയ്ക്ക് വേണ്ടി സൂചിപ്പിക്കുന്നതാണ് എന്നുള്ള രണ്ടാം ഭാഗമായിട്ടാണ് ഞാൻ ഇതാവുന്നത്. ഒരു വലിയ ആത്മഹത്യക്കുറിപ്പാണ് വെള്ളാപ്പള്ളി നടേശനെ കുറിച്ചും തുഷാർ വെള്ളാപ്പള്ളിയെ കുറിച്ചും പച്ചയായിട്ട് എഴുതിയിരിക്കുകയാണ്. അവിടെ നടക്കുന്ന തട്ടിപ്പുകൾ, ഒരു വികൃതനായ ക്രൂരനായ ആളാണ് വെള്ളാപ്പള്ളി എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ ഇതിൽ പറയുന്ന കാര്യം മകൻ തുഷാർ വെള്ളാപ്പള്ളി പെണ്ണ് പിടിയനാണെന്ന് കൃത്യമായി അദ്ദേഹം തന്നെ പറയുന്നു. അതോടൊപ്പം ചാരായ ഷോപ്പ് ഉടമയായിരുന്നു വെള്ളാപ്പള്ളി എന്നും അദ്ദേഹം കൃത്യമായി പറയുകയാണ് കെ മഹേശൻ. ബാക്കി ഭാഗം നാളെ നമുക്ക് കാത്തിരിക്കാം. അതുവരെ വെയിറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.